ആ സൈഡിലുണ്ടല്ലേ? അരിവെടുപ്പ് മാർക്ക് ആക്കി വെക്കാക്കത്തില്ല, താൽക്കാലികമായിട്ട് അരിവെടുപ്പ് നടക്കുകയും ചെയ്യും. തോട്ടപ്പയറിന്റെ സീസൺ ഇപ്പോഴല്ലേ? ചെങ്ങണങ്ങൾ ഉണക്കും. ഇതെങ്ങനെയാ നമ്മൾ അടിച്ചെടുക്കാം? പച്ചയെല്ലാം തിരഞ്ഞെടുക്കും, എടുത്തിട്ട് ഉണക്ക മാത്രം. എങ്ങനെ ഞെരടി എടുക്കുവോ? ഇല്ലില്ല, ഇത് ചാക്ക് മൂത്തിട്ടാ വെച്ച് അതിനകത്ത് കൊണ്ടിട്ടാ വെച്ച് അതിന്റെ മുകളിൽ കൂടെ മുണ്ടോ സാരി തുണിയൊക്കെ ഇട്ട് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടി. ഇത് പൊട്ടുമ്പോ തെറിക്കും. സുരേഷ് ക്ഷേത്രമാണ്. അപ്പോൾ നമ്മുടെ വനയാത്രയിലാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ എന്നും വരുന്ന സ്ഥലത്താണ് ചാലിയക്കരയിൽ. ഇന്നൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ ചെറുകടവ് വഴി കോട്ടപ്പാറ പോകുന്ന സ്ഥലത്തേക്കാണ്. അല്ല, ഇവിടെ വനമേഖലയാണ്. ഇന്നലെയൊക്കെ ആനകൾ ഇറങ്ങി പോയ വീഡിയോയൊക്കെ ഞാൻ തന്നിരുന്നു. ഇനി ആനകളെ കാണണമെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെ നിൽക്കേണ്ടി വരും. ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ വനത്തിൽ നിന്നും ഒരു ചേട്ടൻ ഒരു ജോലിയൊക്കെ ചെയ്യുന്നത് കണ്ടത്. അങ്ങനെ ചോദിച്ചാണ് ഞാൻ വന്നത്. നമ്മുടെ സജീവേട്ടൻ ഇവിടുത്തെ ഓലപ്പാറ നിവാസിയാണ്. അപ്പോൾ തോട്ടപ്പയർ പറിക്കുകയാണ്. അപ്പോൾ തോട്ടപ്പയർ നിങ്ങളൊക്കെ പലരും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ചെറിയ ഒരു സാധനമാണത്. ഈ നിൽക്കുന്നതൊക്കെ തോട്ടപ്പയറിൻ്റെ വള്ളിയാണ്. ഇതാണ് തോട്ടപ്പയർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ തോട്ടപ്പയർ പറിച്ചാൽ ഇത് പൊളിച്ചെടുക്കുമ്പോൾ തന്നെ 1 കിലോ പൊളിച്ചാൽ 1/4 കിലോ പോലും കാണത്തില്ല. അപ്പോൾ രാജേട്ടൻ പറഞ്ഞ കണക്ക് ഇതിൽ തൊഴിലായിട്ട് കൊണ്ടു കിടക്കുന്ന ആളല്ല, കൃഷിയിൽ നിന്ന് വന്നതാണ്. വനത്തിലെ മറ്റു ജോലികളാണ്. അപ്പോൾ തോട്ടപ്പയർ ഒരു ആയുർവേദ ഔഷധമാണ്. ആയുർവേദ കടയിൽ എടുക്കും. 1 കിലോയ്ക്ക് 1250 രൂപയുണ്ട്. ഇതൊക്കെ ആ തോട്ടപ്പയർ പറിക്കുന്ന നിങ്ങളിന്ന് കാണിച്ചു തരാനാണ് വന്നത്. അപ്പോൾ ബാക്കിയൊക്കെ സജീവമായിട്ട് തന്നെ പറഞ്ഞു തരും. പയർ പറിക്കുക, തോട്ടപ്പയറാ. ഓ, അരി വാങ്ങിക്കണ്ടേ? തോട്ടപ്പയർ. തോട്ടപ്പയർ, ഈ തോട്ടപ്പയർ പറിച്ച് കൊടുക്കാന്ന്. തോട്ടപ്പയർ പറിച്ചാലുള്ള പ്രയോജനം എന്താ? അത് തല്ലി ഉണക്കി തല്ലി കൊണ്ടുവന്ന് അങ്ങാടി കടയിൽ കൊടുത്താൽ അരിവെടുപ്പ് നടക്കും. അല്ലാതെ മറ്റ് ജോലിയും വേലയൊന്നും ഇല്ല. ഇത് ഏത് ഭാഗം വരും വനത്തിന്റെ? ഇത് ചാലിയക്കര കോട്ടപ്പാറ ചെറുകടവ് വാർഡെന്ന് പറയും. ഈ ചെറുകട എപ്പോഴും ആന വരുന്ന സ്ഥലമല്ലേ ഇവിടെ? ആണ്. കഴിഞ്ഞ ഈ കിടങ്ങിന്റെ ഭാഗത്തൂടെ കഴിഞ്ഞ പ്രാവശ്യം ആന കയറി പോകുന്നുണ്ടായിരുന്നു. ആന വരുന്നതോ? എങ്ങനെ ആന പേടിച്ച് നമ്മൾ ഒറ്റയ്ക്ക് പറിക്കാൻ കുഴപ്പമില്ല? ആന ഉണ്ടായിട്ട് ആ പെണ്ണുങ്ങളെ ഒന്നും കൊണ്ടുവരാമെന്ന് ഒറ്റയ്ക്കാണ് നമ്മൾ ഓടി മാറും. ഒറ്റയ്ക്കാണ് നമ്മൾ ഓടി മാറും. ഇവിടെ തോട്ടപ്പയർ ഒരുപാടുണ്ട് ഈ ഭാഗത്ത്. ഓ, അങ്ങും ഇങ്ങൊക്കെ ഉള്ളു. എല്ലാം തിന്ന് മൃഗങ്ങളെല്ലാം തിന്നിട്ടേക്കും. ഇതാ പയർ. ഇതിനകത്താണ് പിടിക്കുന്നത്. പച്ചയും ഉണക്കയും ഉണ്ടല്ലോ? പച്ച ഉണക്കം ഉണ്ട്. നോക്കട്ടെ അത്. ഓ, ഇത് നമ്മള് അങ്ങാടി കടയിൽ കൊണ്ട് കൊടുക്കും. ഇത് തല്ലി അങ്ങാടി കടയിൽ കൊണ്ട് കൊടുക്കും. ഉണക്കി തല്ലി. ഇപ്പൊ നമ്മളൊരു 1 കിലോ എടുത്തു കഴിഞ്ഞാൽ എത്ര കാണും ഇത് പൊളിച്ചെടുക്കുമ്പോ? ഓ, ഇതിപ്പോ 1 കിലോ എടുത്താൽ 1/4 കിലോളം വരും. ഇത്രയൊക്കെ ഉള്ളു. ഒരു ദിവസം നമ്മൾ എത്ര പറിക്കും? ഉണ്ടെങ്കിൽ 1 കിലോ ഒക്കെ പറിക്കും. 1 കിലോ ഒക്കെ പറിക്കും. ദിവസം രാവിലെ ഇറങ്ങോ? 10 മണിയൊക്കെ ആവും ഇവിടെ വരുമ്പോ. 10 മണിക്ക്. ഫാമിലൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ഉള്ളവർ രാവിലെ അങ്ങ് ഇറങ്ങും. ഇവിടെ ആനയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആന ഇവിടെ എപ്പോഴും ഉണ്ടല്ലോ? ഉണ്ട്. പകലും അങ്ങനെ സമയമൊന്നുമില്ല. ഏത് നിമിഷം ആന ഇറങ്ങുന്ന? ഏത് നിമിഷവും ആന ഇറങ്ങുന്ന ഭാഗം. ഓലപ്പാറ, മറ്റേ കോട്ടപ്പാറ, മഹാദേവർ മണ്ണിന്റെ ഭാഗത്ത് വരുന്ന ഭാഗമല്ലേ ഇതല്ല? അല്ലേ? അണ്ണൻ രാവിലെ അത് ആനയെ കണ്ടോ? ഇല്ലില്ല, ഇവിടെ ഒന്നും ഇല്ലായിരുന്നു, എല്ലാം പോയി. ഈ നിൽക്കുന്ന മലവേപ്പാണോ? ഇത് ഇലവാ. എന്നാലും വൈകുന്നേരം സമയത്ത് എന്തായാലും ആന വരും. ഞാൻ ഒരു ഉച്ച 2 മണിയൊക്കെ ആകുമ്പോ അങ്ങ് പോകും. 2 മണി വരെയുള്ള പണിയേ ഉള്ളൂ. ഈ തോട്ടപ്പയർ നമ്മള് പറിച്ചിട്ട് അങ്ങ് പുല്ലു കൊണ്ടുപോകണം കൊടുക്കാല്ലോ? ഇത് പുല്ലൊരു 10,000 കൊണ്ടുപോകും. ചില അങ്ങാടി കടയിലും ചില പലചരക്കടയിലൊക്കെ കിട്ടും. 1250 എല്ലായിടത്തും ഉണ്ട്. എല്ലായിടവും കിട്ടും ഒരേ വില. ഇത് ശരിക്കും എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ തോട്ടപ്പയർ? അതറിയാമോ? ഈ അതിനെ പറ്റി സൂക്ഷ്മ വിവരം അറിയത്തില്ല. ഇത് ഞങ്ങള് കടിച്ചു പൊട്ടിച്ചൊക്കെ നോക്കുമ്പോ പശയാ കേട്ടോ. അല്ലല്ല, കഴിക്കുന്ന സാധനമല്ല. അല്ലല്ല, എന്തോ പശ ഏർപ്പാടാ. ഇങ്ങനെ നിക്കുന്നല്ലേ? ഉണങ്ങിയതുകൊണ്ട് പച്ചയുണ്ട്. ഏറ്റവും കൂടുതൽ ഉള്ളത് ഏത് ഭാഗത്താ? അമ്പനാറ് മുള്ളുമല കരിപ്പിട്ടാവ് ഈ ഭാഗത്താ ശരിക്കും. ആ തോട്ടത്തിനകത്ത് ആൾക്കാർ പറിക്കുന്നുണ്ടോ? അതൊക്കെ പറിക്കുന്നുണ്ട്. ആന ഇവിടുന്ന് ഇങ്ങനെ കയറി വരുമല്ലോ കടങ്ങിന്റെ അവിടുന്ന്. ഇതിലേക്കൂടെ കയറും. ഇനിയിപ്പോ എല്ലാ സമയത്തും വരുമല്ലേ? ആണ്.
കിഴങ്ങൊന്നും വിഷയമില്ല. പച്ചയങ്ങൾ ഉണക്കും. ഇതെങ്ങനെയാ നമ്മൾ അടിച്ചെടുക്കാൻ? ഇത് പച്ചയെല്ലാം തിരഞ്ഞങ്ങ് എടുക്കും. എടുത്തിട്ട് ഉണക്ക മാത്രം ഉണങ്ങും. എങ്ങനെ ഞെരടി എടുക്കുവോ? ഇല്ലില്ല, ഇത് ചാക്ക് നൂത്തിട്ടാ വെച്ച് അതിനകത്ത് കൊണ്ടിട്ടാ വെച്ച് അതിന്റെ മുകളിൽ കൂടെ മുണ്ടോ സാരി തുണിയൊക്കെ ഇട്ട് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടി. ഇത് പൊട്ടുമ്പോ തെറിക്കും. ഇതാണ് അതിന്റെ അരി അല്ലാണ്ട് ഇരിക്കുന്നത്. തെറിക്കാതിരിക്കാനാ നമ്മള്. ഇതാണ് അരി. ഈ സാധനം ഇത് വളരെ തൂക്കം കുറവല്ലയോ? ഇത് പയറായിട്ട് വരുമ്പോ തൂക്കം വരും കേട്ടോ. നമ്മള് അല്ലാതെ നമ്മള് എന്തൊരു ഉപയോഗത്തിന് നമ്മുടെ വീട്ടിലാവശ്യം എടുക്കാൻ പറ്റുമോ? ഇല്ല, അങ്ങനെയുള്ള പരിപാടി ഒന്നും ഇതിനില്ല. നമ്മള് ശരിക്കും ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്, ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അങ്ങാടിക്കടയിൽ കൊണ്ട് കൊടുക്കും. അവിടെ ഇതുപോലെ അങ്ങ് പൊട്ടി പയറെല്ലാം തെറിച്ചങ്ങ് പോകും. പയറാ ഔഷധമുള്ള സാധനമായിരിക്കുമല്ലോ. എന്തോ വിലപിടിപ്പുള്ള നമ്മളെടുത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. പക്ഷെ അവര് എന്തോ സംഭവം ഒന്നും അവര് പറഞ്ഞിട്ടില്ല. കണ്ണിലിട്ടടയ്ക്കുന്ന സൈസ് കടുവിന്റെ കണക്കുള്ള ചെറിയ തരി, കടുവിന്റെ കണക്കിന് ഇരിക്കുക. ഇത്രേ ഉള്ളു. ഇതൊന്നും ഉണങ്ങുന്ന താമസേ ഉള്ളു. ഉണങ്ങ കമ്പനി ചെറുതായിട്ടും തട്ടുമ്പോ മുക്കാലും അങ്ങനെ കിട്ടും. ഇത്രേ ഉള്ളു വലിപ്പം മൊത്തം. ഇത്രേ ഉള്ളു മൊത്തം. അത് പൊട്ടിപ്പോയതല്ല. എന്തൊരു പശ എടുക്കാനായിട്ട്? ഇത് ഞങ്ങൾ വായൊക്കെ ഇട്ട് ചവയ്ക്കുമ്പോ പശയാ. അതല്ലേ? ആനകളുണ്ടോ? പറിക്കാൻ വരുമ്പോഴത്തേക്ക് ആന മാറിയിട്ട് പറിക്കാൻ വരാൻ പറ്റുമല്ലേ? ചേട്ടാ ഇപ്പൊ 1 കിലോ പച്ച പറിച്ചോ? 1 കിലോ പച്ച പറിച്ചോ. തോട്ടപ്പയറിന്റെ സീസൺ ഇപ്പോഴല്ലേ? ഈ മാസം ആദ്യമൊക്കെ തുടങ്ങി. ഈ ഒരു മാസമേ ഉള്ളു. അന്നേരത്തിന് തീർന്നു കുട്ടി. ഇനി പിന്നെ ജൂണൊക്കെ മഴയൊക്കെ കഴിഞ്ഞ് വീണ്ടും അടുത്താവണം. ഇനി അടുത്ത കൊല്ലേ ഉള്ളു. അടുത്ത വർഷം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ. ഇതാണ് കൊച്ചിലെ ഇത് പറിച്ചു കൊടുക്കാൻ തുടങ്ങിയതാണോ അതോ ഇപ്പം വല്ലതാണോ? ഞാൻ 2 കൊല്ലം ആയത് പറിക്കാൻ തുടങ്ങി. കൊച്ചിലെ മേലെ പറിക്കുന്ന ആൾക്കാരൊക്കെ അമ്പനാറ് മുള്ളുപോലെയൊക്കെ അവിടെ ഇതിന്റെ സ്ഥിരം പരിപാടിയാണ്. തോട്ടപ്പയർ ധാരാളം ഉണ്ടെന്ന് വനവാസികൾ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊരു സീസണിലാണ്. നമ്മൾ ഒരുപാട് വനയാത്രകൾ ചെയ്യുന്ന സമയത്തൊന്നും ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വനവാസികൾക്ക് അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ ഓരോ സീസണിലും ഓരോ വനവിഭവങ്ങളൊക്കെ അവർ ശേഖരിക്കാറുണ്ട്. ആ കൂട്ടത്തിലോത്താണ് തോട്ടപ്പയർ. പക്ഷേ ഒരുപാട് കഷ്ടപ്പാടുള്ള പണിയാണ്. ഒരുപാട് സമയമെടുത്ത് മാത്രമേ ഇവർക്ക് ശേഖരിക്കാൻ കഴിയൂ. കാരണം ഒരു 2 കിലോ ഒക്കെ അവർ പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ അത് കൊണ്ടുപോയി പൊളിച്ചെടുക്കുമ്പോഴത്തേക്ക് ഒരു 3/4 കിലോയെ കാണും. വനമേഖലയിൽ താമസിക്കുന്ന ഇതുപോലെ സജീവേട്ടനെ പോലുള്ള നിരവധി ആൾക്കാരുണ്ട്. അവരൊക്കെ ഇങ്ങനെ വനവിഭവങ്ങളും ഓരോ സീസണിൽ ഓരോന്നൊക്കെ ശേഖരിച്ചാണ് ജീവിതം പുലർത്തുന്നത്. അങ്ങനെ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് തന്നത്. തോട്ടപ്പയറിൻ്റെ കാഴ്ച ഒരു അപൂർവ ദൃശ്യം ഒന്നും അല്ലെങ്കിൽ തന്നെയും ഇനിയും ഇതുപോലെയുള്ള കാഴ്ചകളുമായി വീണ്ടും എത്താം.